ഭരണ പ്രതിപക്ഷ മുന്നണികൾക്ക് ഒരുപോലെ സാധ്യത അവകാശപ്പെടാനാവുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാറിയതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശവാദങ്ങൾക്ക് വാദപ്രതിവാദങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. കേവലം മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതിനുമുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. കേരളം രാഷ്ട്രീയ വർഷങ്ങളിലേക്ക് പോകുമ്പോൾ അതിന് തൊട്ടുമുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ ചർച്ചയാണ്. ഒരു വർഷം മാത്രം അകലെയുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പ്, പിന്നാലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്. ദിശാസൂചികയായി പാലക്കാടും ചേലക്കരയും മാറുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ചേലക്കര നിലനിർത്തുമ്പോൾ കൂടുതൽ ആശ്വാസം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി ഭരണം ജനങ്ങൾക്ക് മടുത്തു എന്ന ആക്ഷേപത്തിൽ നിന്നും തൽക്കാലം തലയൂരാൻ ചേലക്കര വഴിയൊരുക്കി. വോട്ടിംഗ് ദിനത്തിൽ കൊടുങ്കാറ്റായി എത്തിയ EP ജയരാജന്റെ ആത്മകഥാവിവാദത്തിനും ചേലക്കരയുടെ ഇടത് ചായ്വിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെന്ന വസ്തുതയും LDFന് പ്രതീക്ഷ നൽകുന്നു. ആദ്യഘട്ടത്തിലെ വിവാദങ്ങളെ അതിജീവിച്ച് BJP CPIM ധാരണ പ്രചാരണ ആയുധമാക്കിയത് പാലക്കാട് ബലം കണ്ടു എന്നതാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ ആത്മവിശ്വാസം. വയനാട്ടിലെ വലിയ വിജയമുൾപ്പെടെ നിലവിലുള്ള പടലപ്പിണക്കങ്ങൾ മറന്ന് ഒരുമിച്ച് നിൽക്കാൻ കോൺഗ്രസ് നേതൃത്വത്തെ സഹായിക്കും. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് പാലക്കാട് പിടിക്കാനിറങ്ങിയ BJPക്ക് വോട്ട് നിലയിലുണ്ടായ ഗണ്യമായ ഇടിവ് വലിയ പ്രഹരമാണ്. ശക്തി കേന്ദ്രങ്ങളിൽ പോലും പിന്നോട്ടു പോയെന്ന വോട്ട് കണക്കുകൾ BJP നേതൃത്വത്തെ ശൈലീമാറ്റത്തിന് ചിന്തിപ്പിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ മോശമല്ലാത്ത പ്രകടനവും ചേലക്കരയിലെ വിജയവും വീണ്ടും ഒരു തിരിച്ചുവരവിനൊരുങ്ങുന്ന ഇടതുമുന്നണിക്ക് കരുത്താകും. വിജയസാധ്യത എന്ന മാനദണ്ഡം മാത്രം നോക്കി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പടലപ്പിണക്കങ്ങൾ മാറ്റിവെച്ചാൽ UDFനും തിരിച്ചുവരവ് എളുപ്പമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മുന്നണികളുടെ രാഷ്ട്രീയ നീക്കങ്ങളാകും വരും ദിവസങ്ങളിലെ ആകാംക്ഷ. 24 തിരുവനന്തപുരം.